ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടൊക്കെ ആവുന്നുണ്ട്. പക്ഷേ അത് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എന്താ പറയുക, അതിനൊരു മിക്സിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കാർബറേറ്റർ അയച്ചൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ ടി വി എടുക്കാം. ആദ്യം നമുക്ക് ഈ ബോക്സ് ഊരണം. ഇപ്പോൾ ഇത് നമ്മൾ ഊരിയിട്ടുണ്ട്. നമ്മൾ ഇത് അഴിക്കണം. ഇത് കുറേ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യാവുന്ന തന്നെയുള്ളൂ. എന്തായാലും ഇത് അഴിച്ചു നോക്കാം. നമ്മൾ ഇതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇതിൽ മിസ്സിങ് വരുന്ന ഇതിൽ കരടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതതിൻ്റെ ഒരു ഫിൽട്ടറുമായിട്ട് സാധനമല്ലോ, ഫിൽട്ടറാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഊരിയിട്ട് ചെക്ക് ചെയ്യണം നമുക്ക്. അതിന് ശേഷം കാർബറേറ്റർ കൂരാം. നമുക്കിത് പതുക്കെ ഊരാം. ഇതിൻ്റെ അവസ്ഥ നോക്ക്. ഇതിലുള്ള കരടൊക്കെ കാർബറേറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാർബറേറ്റർ പിന്നെ സ്റ്റക്കാവും ഒക്കെ ചെയ്യും. ചെളി കണ്ടില്ലേ, ചെളി കാണാണ്ടോന്ന് അറിയില്ല, നല്ല ചെടിയുണ്ട്. ഇതിലൊന്നുകൂടി പെട്രോളൊക്കെ വെച്ച് കഴുകണം നമുക്ക്. നല്ല പോലെ അത് കഴുകിയങ്ങോട്ട് എടുക്കുക. ഉണ്ടല്ലേ പെട്രോളിൻ്റെ ഫിൽട്ടർ, ഉണ്ടല്ലേ ചെളി. കളർ നോക്ക്. ഇതിപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ കഴുകിയെടുക്കണം നല്ലപോലെ. അപ്പം അങ്ങനെ നമ്മളിത് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ദൂരാനായിട്ട് ഇതാണ് അതിൽ ലൂസ് ചെയ്യണം. ഇത് ലൂസ് ചെയ്ത് ഇവിടെ നിന്നുള്ള കണക്ഷൻ വിടും. പിന്നെ ഈ രണ്ട് ഇത് ഊരണം. അപ്പോൾ നമുക്ക് കാർബറേറ്റർ കയ്യിൽ കിട്ടും. നമുക്കത് ഊരെടുക്കാം. അങ്ങനെ സക്സസ്ഫുള്ളി കാർബറേറ്റർ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഓരോന്നായിട്ട് അയച്ച് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഡാർക്ക് അവസ്ഥ കേട്ടോ. ഉള്ളിൽ നോക്കിയേ, കരിപോറിൻ്റെ ജീവിതം. ഇത് ചോക്ക്. ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുക്കണ കാരണം എല്ലാം കൂടി നടക്കണല്ലേ. ഊരി നോക്കാം. എന്തായാലും ചളിയായിട്ട് പെട്രോൾ വരണേ. അത്യാവശ്യം നല്ലപോലെ ഫ്ലോട്ടും ജെറ്റൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം.
ഇതിലൊക്കെ ചളി ഇരിക്കുന്നുണ്ട് സംഭവം ഉണ്ടോ, ഇതൊക്കെ ക്ലീൻ ചെയ്യണം. അതേപോലെ തന്നെ ഇതും നല്ലപോലെ വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ആ പരിപാടികളൊക്കെ നോക്കാം. പെട്രോളൊക്കെ ഒഴിച്ച് നല്ലപോലെ ഈ ഓട്ടയൊക്കെ കഴുകിക്കൊണ്ട് എടുക്കണം. ഇത് ശരിക്കും നമുക്ക് ഫുള്ളായിട്ട് ക്ലീനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും, പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ്. ആൾക്കാച്ച വണ്ടി 1 മണിക്കൂറിനുള്ളിൽ കൊടുക്കും വേണം. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്തിട്ട് ഇത് കണ്ട എന്നിട്ട് ഇങ്ങനെ പോവും. കാർബറേറ്റർ കണ്ടീഷനാക്കി എടുക്കാൻ പറ്റും, പക്ഷേ അതിനുള്ള സമയം നമുക്കില്ല. ഇപ്പോൾ ജസ്റ്റ് ഉൾഭാഗം മാത്രം നല്ലപോലെ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി കൊടുക്കണം. പണിയുണ്ട്, കുഴപ്പമില്ല. ഇത് വേറെ സിസ്റ്റമാണ്. അതൊക്കെ ഉണ്ട്. ഇനി ഇതൊന്നും കൂടി നമുക്കൊന്ന് കഴുകിക്കൊണ്ട് എടുത്തിട്ട് ബാക്കി നമുക്ക് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ പെട്രോളിന് നല്ല തെളിച്ചം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യാം കേട്ടോ. കളഞ്ഞിട്ട് ഫിറ്റ് ചെയ്യാം. ഇതിൽ പിന്നെ ഫിറ്റ് ചെയ്യുമ്പോൾ 2 വശം ഒരേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ഐഡിയൽ സ്ക്രൂ. ഇതാണ് ഇതിൻ്റെ ഐഡിയൽ സ്ക്രൂ. ഇതാണ് പെട്രോൾ എയർ മിക്സ്ചർ കൺട്രോൾ ചെയ്യുന്ന സ്ക്രൂ. നമുക്കിതുകൊണ്ട് ഫിറ്റ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ റബ്ബർ വെച്ചാൽ നല്ല ഹാർഡായിട്ടുണ്ട്. ഓക്കെ,
നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ട്യൂൺ ചെയ്യണം. ട്യൂണിങ് ഒക്കെ പോയിട്ടുണ്ടാവും. ഈ സ്ക്രൂ ഒക്കെ നമ്മൾ തിരിച്ചതല്ലേ, അപ്പോൾ അത് ട്യൂൺ ചെയ്യേണ്ടി വരും. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഇതിൽ നമ്മളെ പെട്രോൾ കൂടുതൽ, ഇതിലിപ്പോൾ പെട്രോൾ കുറവ് കിട്ടണമെന്നുണ്ട്. ഇതിൽ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊണ്ട് ചെയ്യണം. ഈ ഒരു സംഭവത്തിൽ ഈ നീഡിൽ നമുക്ക് ഊരാൻ കിട്ടും. ആ നീഡിൽ ഊരിയിട്ട് അതിൻ്റെ ഇത് കറക്റ്റായിട്ട് ഇടണം. നീഡിൽ ഊരാം. അത് ശരിക്കും മീഡിയത്തിൽ വേണം ഇടാൻ. അതാണ് നോർമൽ എപ്പോഴും. ഇത് ലോലാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. കൊതു അതിൻ്റെ ഒരു ക്ലിപ്പും കാര്യങ്ങളുണ്ട് അതിൽ. ഇത് കണ്ടല്ലേ, ഇതിൽ ഈ നീഡിൽ കണ്ടില്ലേ, ഇതിൽ ഇങ്ങനെ സ്ലോട്ടുകളുണ്ട്. അതിൽ മീഡിയം നടുക്കിലിട്ടാലാണ് നോർമലായിട്ട്. മുകളിലേക്ക് ഇടുന്നോറും പെട്രോൾ കുറവ് കിട്ടുള്ളൂ, താഴത്തേക്ക് ഇടുന്നോറും പെട്രോൾ പിന്നെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ മൈലേജ് കുറയും. അപ്പോൾ അത് നടുക്കിലേക്ക് ആക്കാം. ഇപ്പോൾ ഇത് രണ്ടാമത്തേലേക്ക് എടുക്കണേ. 5 സ്ലോട്ടുകളുണ്ട് ഇതിൽ. അപ്പോൾ അതിൽ മൂന്നാമത്തേലേക്ക് നമുക്ക് ഇടാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഓക്കെ ഉണ്ട്. ഇനി നമുക്ക് തിരിച്ച് ഇതിലേക്ക് തന്നെ ഇടാം. ഇതിലൊരു ഇതിൻ്റെ ക്ലിപ്പുണ്ട്, അത് എടുക്കണം. അതിന് ശേഷം പതുക്കാണ്ട് ഇറക്കി വെച്ച് കൊടുക്കുക. ഇതിടാം. ഇതിൻ്റെ ഒരു ലോക്കാണ്. അയ്യോ, കൂടി ചെയ്യുമ്പോഴേ എളുപ്പമല്ല പണി. രണ്ട് കൈ വേണം എപ്പോഴും. അതിൻ്റെ കൂടെ വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ ശരിക്കും നടക്കണ കേസല്ല, നമ്മൾ ചെയ്യണമെന്ന് മാത്രം. ഓക്കെ അല്ലേ? ഫിറ്റ് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. റേസായി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അപ്പുറത്ത് നമ്മൾ സ്ലോ റണ്ണിങ് കൂട്ടിയിട്ടുണ്ട്.